ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഒരു റെക്ടാങ്കിളിനെ കുറിച്ചാണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്തോളൂ. വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് ഒരു റെക്ടാങ്കിൾ എന്ന് വിചാരിക്ക്. ഈ റെക്ടാങ്കിളില് ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് അതിനേക്കാൾ 3 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കൂടുതല്? x+3. ഇതുവരെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? എപ്പോഴും നമുക്കറിയാം ഏരിയ കാണാൻ ചോദിച്ചാൽ അത് രണ്ടും എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡുകൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്പിൾ ചെയ്താലാണ് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. ഏരിയ ഇവിടെ 270 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഒരു റെക്ടാങ്കിളിന്റെ രണ്ട് സൈഡുകൾ മൾട്ടിപ്പിൾ ചെയ്താലാണ് ഏരിയ കിട്ടുക. ഈ ഒരു സൈഡും മൾട്ടിപ്പിൾ ചെയ്താലാണ് റെക്ടാങ്കിളിന്റെ എന്ത് കിട്ടുക? ഏരിയ. സോ നമുക്കറിയാം ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എന്താണ്? x². ക്ലിയർ ആണോ? എക്സ് ഇൻറ്റു 3 എന്താണ്? 3x. ആ പ്ലസ് 270 ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ -270 കിട്ടി. ഇപ്പൊ ഇത്രയും കിട്ടിയത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്ത a+b = 3, പിന്നെന്താണ് a+b = 3, a × b = -270. ആ മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഏതാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? x = -b ± √b² - 4ac/2a. ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത്? ക്വാഡ്രാറ്റിക് ആണ് വേണ്ടത്. സോ ഞാൻ ക്വാഡ്രാറ്റിക് ചെയ്യാണ്. നിങ്ങളൊന്ന് പറഞ്ഞ ഇതാണ് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ. ഇതാണ് x² + 3x - 270 = 0. നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് ക്വാഡ്രാറ്റിക് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ച് ചെയ്യാം. വാട്ട് ഈസ് a? 1. ഇവിടെ x² ഒപ്പമുള്ള ആളാണ് a. ശ്രദ്ധിച്ചോ? വാട്ട് ഈസ് b? 3 ന്റെ കൂടെ ചെയ്തോളൂ. നിങ്ങൾ നോട്ടിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ചെയ്ത ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. b = 3. What is c? -270. Then all of you know that what is quadratic equation? X is equal to -b plus or minus √b² minus 4ac/2a. This is quadratic equation. Clear ആണോ? Equal to minus b എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 3 plus or minus b² 3² അല്ലെ? what is 3²? 9. ഇത് 9 വന്ന് മനസ്സിലായോ? -4 ac എന്നുള്ള സ്ഥലത്ത് എന്താ കൊടുക്കണ്ടേ? 1 × -30 അല്ലെ? മനസ്സിലായില്ല? 4ac എന്നുള്ളടത്ത് ഇങ്ങനെ കൊടുത്താൽ മനസ്സിലായില്ല? c എന്നുള്ളത് -270. സോറി, c എന്നുള്ളത് എത്രയാണ്? 4 × a എന്ന് പറഞ്ഞാൽ 1 അല്ലെ? c എന്ന് പറഞ്ഞാൽ എത്രയാണ്? -270. ഈ 2/2 ഉണ്ട് താഴത്തിട്ടോ. 2 × a എന്ന് പറഞ്ഞാൽ 1. ക്ലിയർ ആയോ? ഇനി നേരെ നോക്കിയിരുന്നോളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും. നേരെ നോക്കിയിരുന്നോളൂ. -3 അതുപോലെ എഴുതി അല്ലെ? റൂട്ട് അതുപോലെ ഇട്ടു. 9 അതുപോലെ ഇട്ടു. ഇവിടെ പ്ലസ് വരും. എങ്ങനെയാണ് പ്ലസ് വന്നത്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. രണ്ട് മൈനസുകൾ വന്നു കഴിഞ്ഞാൽ അതെന്താവും? പ്ലസ്. 270 × 4 എത്രയാണ്? 1080 ആണോ? 1080 ആണോ? യെസ്, 1080/2 അല്ലെ? സോ നിങ്ങൾക്ക് അറിയാം, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എങ്ങനെ ചെയ്യാം? -3 അതുപോലെ എഴുതി. 1080 9 മൾട്ടിപ്ലൈ ചെയ്ത എത്രയാണ്? പറയടാ. 1089 അല്ലെ? /2. ക്ലിയർ ആണോ?
ഇതിന്റെ റൂട്ട് എത്രയാണ്? റൂട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ, ഇവിടെ 9 ആണ് എൻഡിങ്ങില്. 9 ആണ് എൻഡിങ്ങിൽ എന്തായാലും ലാസ്റ്റ് നമ്പർ എന്താവും? യെസ്. സോ 33. മനസ്സിലായി? 33 ആണോ? ആണോ? 33 അല്ലേ? ആണോ? യെസ്. ബൈ 2. ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് വെച്ചിട്ട് ചെയ്യണം? പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. പ്ലസ് വെച്ചിട്ടും ചെയ്യണം, മൈനസ് വെച്ചിട്ടും ചെയ്യണം. അങ്ങനെ -3 + 33/2 x = -3 - 33/2 രണ്ട് വെച്ചിട്ടും ചെയ്യണം. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുന്നു. 30/2. ആൻസർ എന്താ വരിക? 15. ഇവിടെ -36/2. ആൻസർ എന്താ വരിക? -18. ഇതൊരിക്കലും എടുക്കാൻ പാടില്ല. വൈ? ഇത് നിങ്ങൾ എക്സാമിന് തെറ്റിക്കുന്നതാണ്. ഇത് ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ നെഗറ്റീവ് ഒരിക്കലും എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഒരു റെക്റ്റാങ്കിളിന്റെയും ലെങ്ത് ഒരിക്കലും എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. സോ അവിടെ എഴുതി വെക്കണം, ഇത് എടുക്കാൻ പാടില്ല. ആരെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാൽ എക്സാമിന് ആൻസർ തെറ്റും. കാരണം മൈനസ് ഒരിക്കലും റെക്റ്റാങ്കിളിന്റെ ലെങ്ത് വരില്ല. സോ നമ്മൾ എടുത്തത് ഇതായിരുന്നു. ഒന്ന് ലെങ്ത് എക്സ് ആണ് എടുത്തത്, മറ്റേത് ഏതാ എടുത്തത്? x+3 അല്ലേ എടുത്തത്? സോ ഒന്ന് 15 ആണെങ്കിൽ മറ്റേതിന്റെ ആൻസർ എന്തേക്കാരം? 15 + 3. ആൻസർ എന്തേക്കാരം? 18. ഇത് മനസ്സിലായോ? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം സ്വന്തം ചെയ്ത് നോക്കുക.